യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ കർത്താവ് ഒരിക്കൽ ഗദരദേശത്തേക്ക് പോയതായി നമുക്ക് കാണാം. ഗദരദേശത്ത് കർത്താവ് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ സൗഖ്യം. അവൻ കുറച്ചേറെ നാളുകളായി പൈശാചികമായ ചില പിടിയിൽ അമർന്നു. ദേശത്തിനൊരു തലവേദനയായി ജീവിച്ചവനാണ്. ആളുകൾ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ ചങ്ങല ഉരുവി പൊട്ടിച്ചെന്നാണ്. ദൈവത്തിന് അവനെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. സമൂഹത്തിൽ ഒരു പ്രയോജനമില്ലാതെ കൊള്ളത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പലരിലും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടെന്നുള്ളതാണ്. കാറ്റിനെ ശാസിച്ച് കടലുകൊണ്ട് അടങ്ങാ എന്ന് പറഞ്ഞ് ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഇവിടെ എത്തിയത് ഈ ഒരു മനുഷ്യന് വേണ്ടി മാത്രമാണ്. യേശു നിന്നെ അതുപോലെ സ്നേഹിക്കുന്നു. സമൂഹത്തിൽ നീ എങ്ങനെയായിരിക്കുന്നു? ആർക്കും വേണ്ടാത്തവനാണോ? ആരും നിന്നെ ശ്രദ്ധിക്കാതെ ജീവിതം കഴിച്ചു കൂട്ടുന്നവനാണോ? യേശു നിന്നെ സ്നേഹിക്കുന്നു. അവനിൽ വ്യാപരിച്ച പൈശാചിക ശക്തിയുടെ ഒരു പ്രത്യേകത ആത്മഹത്യ പ്രവണതയുണ്ടെന്നുള്ളതാണ്. തെളിവ് അവനിൽ നിന്നും പുറത്തു വന്ന ശേഷം അത് പന്നികളിൽ കടന്ന് പന്നികൾ കടുമ്പൂക്കോടെ തടാകത്തിൽ മുങ്ങിച്ചത്തു. അപ്പോൾ ഇതിനോടകം പലവട്ടം ജീവിതം അവസാനിപ്പിക്കാൻ പലതരത്തിൽ ശ്രമിച്ചവനാണ്. എന്നാൽ അവിടെയൊന്നും അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവിനെ മുന്നമേ കണ്ടിട്ടുണ്ട്. എത്ര പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കേണ്ട എന്ന് നീ ചിന്തിച്ചിട്ടുണ്ട്. ജീവിതം കളഞ്ഞേക്കാമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നും നീ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യേശു നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളറിയാത്തൊരു കരം നിങ്ങളെ നടത്തി. നിങ്ങളറിയാത്തൊരു കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കർത്താവിൻ്റെ കരമാണ്. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവർ, നാട്ടുകാർക്ക് നിങ്ങളെ ആവശ്യമില്ലായിരിക്കാം, കുടുംബക്കാർക്ക് നിങ്ങളെ ആവശ്യമില്ലായിരിക്കാം, മറ്റുള്ളവർക്ക് നിങ്ങൾ വിലയില്ലാത്തവനായിരിക്കാം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയും. ആകയാൽ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു. അങ്ങ് എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന ഒരു തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകും. നിന്നെക്കൊണ്ട് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ ചെയ്തിരിപ്പിക്കാനുണ്ട്. സഹായിക്കും.